ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നാറുണ്ട് എല്ലാവർക്കും. അത് മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്ത് നല്ല സൗകര്യങ്ങൾ കിട്ടും എന്നൊരു തോന്നൽ. അങ്ങനെ സൗകര്യങ്ങൾ കിട്ടും എന്ന തോന്നലുമായി ബിഗ് ടി വി പുതുതായി മലയാളത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടി വിയിലേക്ക് പോയവരൊക്കെ ആപ്പിലായിരിക്കുകയാണ്. ബിഗ് ടി വിയുടെ ചീഫ് എഡിറ്റർ സുജയ പാർവതിയാണ്. ബിഗ് ടി വിയുടെ അമരക്കാരൻ അനിൽ അയിരൂരാണ്. അനിൽ അയിരൂർ പല വിധത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയ മാധ്യമ പ്രവർത്തകനാണ്. 24 ന്യൂസ് അനിൽ അയിരൂരിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പല കാരണങ്ങളാൽ ഉള്ള കേസ്. അത് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇപ്പോൾ പുറത്തുവിടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല. എന്തായാലും 24 ന്യൂസ്, ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് അനിൽ അയിരൂരിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അനിൽ അയിരൂർ 24 ന്യൂസിൽ നിന്ന് ചാടിയത് റിപ്പോർട്ടർ ടി വിയിലേക്കാണ്. മരമുറി ചാനൽ എന്നൊക്കെ കുപ്രസിദ്ധി ആർജിച്ച റിപ്പോർട്ടർ ടി വി മാർക്ക് റേറ്റിംഗിൽ ഇപ്പോഴും 2ാം സ്ഥാനം തുടരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാം സ്ഥാനം റിപ്പോർട്ടർ ടി വിക്ക് തന്നെയാണ്. ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെയാണ് റിപ്പോർട്ടർ ടി വിക്ക് ഇത് സാധിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം. ഇടതുപക്ഷത്തിൻ്റെ ശക്തിയാണ് റിപ്പോർട്ടർ ടി വിയുടെ ശക്തി. അതിനിടയിലാണ് ബിഗ് ടി വി എന്ന വലിയൊരു സംരംഭം കേരളത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചത്. ബിഗ് ടി വി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയന്ത്രിക്കുന്ന ചാനലാണ്. അടിമുടി കോൺഗ്രസ് ചാനൽ, അല്പം സംഘപരിവാർ ആശയവും കലർന്ന ചാനൽ. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുഭാവിയായ സുജയ പാർവതിയെ ബിഗ് ടി വിയുടെ ചീഫ് എഡിറ്ററായി നിയമിച്ചു. അത് റെക്കോർഡുമായി. കാരണം ഇന്ത്യയിൽ 2ാമതായി ചീഫ് എഡിറ്ററായി നിയമിക്കപ്പെടുന്ന വനിതയാണ് സുജയ പാർവതി. സുജയ പാർവതി ബിഗ് ടി വിയിലേക്ക് പോയതിന് പിന്നാലെ 24 ന്യൂസിൽ നിന്ന് ഒരു മാറ്റം തന്നെ ബിഗ് ടി വിയിലേക്ക് ഉണ്ടായി. റിപ്പോർട്ടറിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായി. പക്ഷേ സുജയ പാർവതിയുടെ പോക്ക് റിപ്പോർട്ടർ ടി വിയുടെ മാർക്ക് റേറ്റിംഗിനെ ബാധിച്ചിട്ടില്ല. അവരിപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു മാർക്ക് റേറ്റിംഗിൻ്റെ കാര്യത്തിൽ. ഏഷ്യാനെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ടി വിയാണ് മാർക്ക് റേറ്റിംഗിൽ തൊട്ട് പിന്നിൽ. 3ാം സ്ഥാനത്താണ് 24 ന്യൂസ്, 4ാം സ്ഥാനത്ത് മനോരമ, 5ാം സ്ഥാനത്ത് മാതൃഭൂമി എന്നിങ്ങനെ പോകുന്നു. ചുരുക്കത്തിൽ ബിഗ് ടി വി എന്തെന്നോ ബിഗ് ടി വിയുടെ ലക്ഷ്യമെന്തെന്നോ ആർക്കും അറിയില്ല. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള ഒരു ചാനൽ നെറ്റ്വർക്കാണ് ബിഗ് ടി വി. അവർ കേരളത്തിലേക്ക് കോടികൾ വാരിയെറിഞ്ഞ് ഒരു ചാനൽ തുടങ്ങുമ്പോൾ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. 1ാമത്തെ ലക്ഷ്യം UDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പ് ബിഗ് ടി വി ആരംഭിക്കും. പക്ഷേ കോൺഗ്രസ് അനുഭാവമുള്ള ചാനൽ എന്ന രീതിയിൽ ബിഗ് ടി വിക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ജയ് ഹിന്ദ് ചാനൽ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് അനുഭവിച്ച പ്രശ്നങ്ങൾ നിരവധിയാണ്. ജയ് ഹിന്ദ് ചാനൽ തുടങ്ങിയത് ചില്ലറക്കാരൊന്നുമല്ല. ഏഷ്യാനെറ്റിൻ്റെ എല്ലാമായ മോഹനേട്ടനും തണ്ണിക്കുട്ടി എബ്രഹാമോ ഇവരൊക്കെ ചേർന്നാണ് ജയ് ഹിന്ദ് ചാനൽ തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ ചാപിള്ളയായി മാറി ജയ് ഹിന്ദ് ചാനൽ. തരിപ്പണമായ ജയ് ഹിന്ദ് ചാനൽ ഇപ്പോൾ കാണാൻ ആളില്ല. ഇപ്പോൾ ജയ് ഹിന്ദ് ചാനലിലെ ന്യൂസുകൾ കാണുമ്പോൾ പഴയ കഷായത്തിൻ്റെ പുതിയ പതിപ്പായി തോന്നും. ജയ് ഹിന്ദ് ചാനൽ പരാജയപ്പെട്ടിടത്താണ് ബിഗ് ടി വി വരുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ ഉന്മാദഭരിതരാക്കുക എന്നുള്ളതാണ് ബിഗ് ടി വിയുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം എത്ര കണ്ട് സാധിക്കും എന്നത് സംശയമാണ്. അനിൽ അയിരൂരിനെ പോലെ ഒരു ബാഡ് മാർക്ക് വീണ
ഒരു പത്രപ്രവർത്തകൻ നയിക്കുന്ന ബിഗ് ടി വിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കണ്ട് അറിയണം.